എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോ ഔഡ സ്നേക്കും റെഡ് സ്നേക്കും അത് രണ്ടും ഇപ്പൊ പരസ്പരം കട്ടിച്ച് പറിക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് അതിനെ അറ്റാക്ക് ചെയ്യും. പക്ഷെ അത് സിമ്പിളായി അതിന്റെ വാല് മടക്കി ബൊറൂട്ടോയെ അടിച്ച് തെറിപ്പിക്കും. നമ്മുടെ ആൾക്കാർ ഓരോ ഭാഗത്തൂടെ അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടി അടുക്കാണ്. അത് സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തെറിപ്പിച്ച് നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് വന്നുകൊണ്ടേയിരിക്കും. ഔഡ സ്നേക്ക് ആണെങ്കിൽ അവിടെ നോക്കി നിലവിളിച്ച് പറയും, മാഡം പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് പോണം, ഇവനെ ഞാൻ എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യാം എന്നാവും പറയുമെങ്കിലും നമ്മുടെ ആൾക്കാരാണെങ്കിൽ പിന്തിരിയാൻ തയ്യാറാവില്ല. അവർ വീണ്ടും ആ റെഡ് സ്നേക്കിനെ അറ്റാക്ക് ചെയ്യാൻ അതിന്റെ അടുത്തേക്ക് വരികയാണ്. ബൊറൂട്ടോ ഫുൾ കലിപ്പില് ഇപ്പൊ അതിനോട് പറയും, നിന്റെ റിവേഴ്സ് സ്കെയില് അതാണ് എനിക്ക് ആവശ്യം, അത് തരികയാണെങ്കിൽ മറ്റൊരു പ്രശ്നവും ഞങ്ങൾ ഉണ്ടാക്കില്ല. അത് കേട്ട ആ പാമ്പ് ചിരിക്കും, ഓ നിങ്ങളുടെ നോട്ടം എന്റെ റിവേഴ്സ് സ്കെയിലാണല്ലേ, ഒരു കാരണവശാലും നിങ്ങൾക്കത് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ഇവിടം വിട്ട് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ ഫ്രണ്ട് അവൾക്ക് എന്ത് സംഭവിച്ചോ അതുപോലെ തന്നെ നിങ്ങളെയും ഞാനൊരു ശിലയാക്കി മാറ്റുമെന്ന് പറഞ്ഞ് അതിപ്പോ നല്ല സ്പീഡില് അടുത്തുള്ള ഒരു ഗുഹയിലേക്ക് പോകും. ബൊറൂട്ടോ ആണെങ്കിൽ അതിന്റെ പിന്നാലെ ഓടും. ഉടനെ ഔഡ സ്നേക്ക് അവനാണെങ്കിൽ ബൊറൂട്ടോയോട് നിൽക്കാനായിട്ട് ആവശ്യപ്പെടും. ബൊറൂട്ടോ തിരിഞ്ഞ് അവിടെ നോക്കും. അവൻ തല താഴ്ത്തി നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് പോയിട്ട് കാര്യമില്ല, അതവന്റെ സേഫ് സോണാണ്. അവിടെ വെച്ചാണ് അവൻ ഫുഡൊക്കെ കഴിക്കുക. അവിടേക്ക് പോയി കഴിഞ്ഞാൽ അവൻ അത്ര എളുപ്പത്തിലൊന്നും തിരികെ വരില്ല. അവിടെ അത്രയും പറഞ്ഞ് ഇപ്പൊ താഴേക്ക് വീഴാണ്. ഓൾറെഡി അത് ഒരുപാട് ഫൈറ്റ് ചെയ്തുകൊണ്ട് എനർജി മുഴുവൻ ഡ്രെയിനായി അത് തളർന്നിരിക്കുകയാണ്. സാറഡ അതിന്റെ അടുത്തേക്ക് വന്ന് അതിനെ ആശ്വസിപ്പിക്കും. ഉടനെ ബൊറൂട്ടോ, നമുക്കിനി ഒന്നും നോക്കാനില്ല, എന്ത് വില കൊടുത്തും ആ റിവേഴ്സ് സ്കെയിൽ അത് സ്വന്തമാക്കിയേ പറ്റൂ. അത് ഗുഹയിലല്ല, മറ്റെവിടെ പോയി ഒളിച്ചാലും നമുക്ക് അവിടേക്ക് പോവാന്ന് പറയും. ഉടനെ അവിടെ പറയും, ഒരു കാരണവശാലും നിങ്ങൾ അപകടത്തിലേക്ക് എടുത്ത് ചാടരുത്. ആക്ച്വലി ആ റിവേഴ്സ് സ്കെയില് അത് ആ സ്നേക്കിന്റെ ബോഡിയിലെ ഒരു പാർട്ട് പോലെയാണ്. ഒരുപാട് മറ്റു പാമ്പുകളൊക്കെ അത് എടുക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. അവറ്റകളെ ഒക്കെ തന്നെ ആ പാമ്പ് ശിലയാക്കി മാറ്റി. അതിനുശേഷം അതേ റിവേഴ്സ് സ്കെയിലിന് വേണ്ടി ഒരുപാട് മനുഷ്യരും അതിനെ തേടിയെത്തി. അത് ആ മനുഷ്യരെയും വെറുതെ വിടാതെ അവരെയും വെറുത്ത് വന്നവരെ എല്ലാവരെയും ശിലയാക്കി മാറ്റി. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ സാക്കുറയെ കാണിക്കും. അവളാണെങ്കിൽ പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് എരുട്ടയോട് അവരെ നോക്കാൻ പറഞ്ഞ് പുറത്തേക്ക് പോവും. അവള് പോയി കഴിഞ്ഞ ഉടൻ അവനിപ്പോ ചിരിക്കും. എന്റെ കയ്യിലാണെങ്കിൽ അവൻ കളക്ട് ചെയ്ത് വെച്ച ഒരു നീഡിലുണ്ട്. അവൻ ആ ഇഞ്ചക്ഷൻ എടുത്ത് ഇപ്പൊ ആ പേഷ്യന്റിനെ കുത്തിവെക്കാൻ അവന്റെ ക്ലോസ് അടുത്തെത്തും. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. അത് പേഷ്യന്റ് അല്ല, മറിച്ച് മോഗി സെൻസായി ആണ്. അവള് പറയും, സത്യം പറയും, നീ എന്തിനാണ് ഈ പേഷ്യന്റിനെ അവൻ നശിപ്പിക്കാൻ നോക്കുന്നത്? ഓൾറെഡി ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഡോർ തുറന്ന് ഇപ്പൊ സാക്കുറ അവളും ആ റൂമിലേക്ക് വരികയാണ്. അവനാണെങ്കിൽ ആ നീഡില് അത് താഴേക്ക് വലിച്ചെറിഞ്ഞ് ഒരു സ്മോക്ക് ബോംബ് അവിടെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഞൊടിയിടയില് അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. മോഗിയും സാക്കുറയും അവരാണെങ്കിൽ യൂറിച്ചോയെ അവിടെ മുഴുവൻ അന്വേഷിക്കും. പക്ഷെ അവിടെ കാണാനുണ്ടാവില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇവാബയും വോർഡനെയും കാണിക്കും. എരുട്ടോ ആണെങ്കിൽ ഇപ്പൊ അവരുടെ അടുത്തേക്ക് ഓടി വരാണ്. എരുട്ടോ ആണെങ്കിൽ ഇപ്പൊ വോർഡനോട് പറയും, ഹോസ്പിറ്റലിലുള്ള ഷിനോബിയെ ആരൊക്കെയോ അറ്റാക്ക് ചെയ്തു, നിങ്ങൾ ഈ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഹൊക്കാഗെ അറിയിക്കണമെന്ന് അവൻ വോർഡനോട് പറയും. അപ്പോഴേക്കും ബാക്കിയുള്ളവരോട് ഈ കാര്യം ഞാൻ പറയാന്ന് പറഞ്ഞ് അവനോടൊന്ന് പോവാൻ നോക്കും. ഉടനെ വോർഡൻ അവന്റെ കൈ പിടിച്ചു പറയും, ഹോസ്പിറ്റൽ സെക്യൂരിറ്റി ഗാർഡായി നിന്നത് നീയാണ്, എല്ലാവരുടെയും സ്മെല്ല് അതെനിക്ക് കറക്റ്റായിട്ട് അറിയാം, നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായി അവൻ പറയുമ്പോഴേക്കും അവനാണെങ്കിൽ ഇപ്പൊ ഡെങ്കിയെ പിടിച്ചു വലിച്ച് അവന്റെ കഴുത്തില് ഇപ്പൊ ഒരു കത്തി വെക്കും. വോർഡൻ പറയും, മര്യാദയ്ക്ക് അവനെ വെറുതെ വിടുന്നതാണ് നിനക്ക് നല്ലത്. ഡെങ്കി നൈസായിട്ട് ഒരു ലൈറ്റ്നിങ് ബോംബ് എടുത്ത് അവന്റെ അടുത്തേക്കിടും. ആ ഗ്യാപ്പില് അവൻ ഡെങ്കിയെ തള്ളി മാറ്റി അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. മെറ്റല്ലി ചാടി വീണ് അവനെ പിടിച്ചു വലിച്ച് അറഞ്ച പുറഞ്ച് അറ്റാക്ക് ചെയ്യും. ഇവാബയും ഇപ്പൊ മെറ്റലിനെ സഹായിക്കാൻ അവന്റെ അടുത്തേക്ക് വരും. രണ്ടുപേരും ചേർന്ന് അവനെ തല്ലി കൊല്ലുകയാണ്. ഉടനെ യുറിറ്റോയുടെ ബോഡിയിൽ നിന്ന് എന്തോ ഒരു ലൈറ്റ് പുറത്തേക്ക് വരും. അവനെ ആക്ച്വലി ഒരു ഗെഞ്ചിപ്സു ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വോഡ മാസ്റ്റർ നമ്മുടെ സ്റ്റുഡൻസിനോട് അവിടുന്ന് രക്ഷപ്പെട്ട് ഓടാൻ പറയും. അടുത്ത സെക്കൻഡ് യുറിറ്റോ അവൻ ഫുൾ ഫോഴ്സിൽ അങ്ങനെ പൊട്ടി അങ്ങോട്ട് തെറിക്കുകയാണ്. കട്ട് ചെയ്ത മെയ്റ്റ്സുകയെ കൊണ്ടുപോയ ആ ഒരു ടീം അവനാണ്. അതിലൊരാളാണ് ഇപ്പൊ യുറിറ്റോയെയും കൺട്രോൾ ചെയ്തത്. അതിലുള്ളൊരു പെൺകുട്ടി പറയും, നമ്മൾ കരുതിയതുപോലെ അവരത്ര മണ്ടന്മാരല്ല, അവർക്കും നല്ല ബുദ്ധിയുണ്ട്. ഉടനെ അവർ വീണ്ടും ഇപ്പൊ മീറ്റ്സിയെയും കൂട്ടി അവിടുന്ന് കടന്നു പോകും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ചെക്കന്മാര് അവരാണെങ്കിൽ സാറഡയെ കൂട്ടി ഇപ്പൊ ആ ഗുഹയിലേക്ക് ഇറങ്ങാൻ പോവാണ്. ആ റെഡ് സ്നേക്ക് ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കണ്ടുടൻ കാമോഫ്ലെയിം ജിപ്സു അതുപയോഗിച്ച് അവിടുന്ന് ഇൻവിസിബിൾ ആവുമ്പോ ഗുഹയുടെ ഓരോ ഭാഗത്തു നിന്നും ഇപ്പൊ ഇൻവിസിബിൾ ആയി മറ്റോരോ ഭാഗത്തേക്ക് പോവും. ഈനോജിനാണെങ്കിൽ അങ്ങനെ പറന്നുപോയി അവിടെ എവിടെയെങ്കിലും ആ സ്നേക്ക് ഉണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. അപ്പ ആ സ്നേക്ക് അതങ്ങനെ ഉയർന്നു വന്ന് ഈനോജിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ജസ്റ്റ് മിസ്സിന് ഈനോജിൻ രക്ഷപ്പെടും. നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ആ സ്നേക്ക്
സ്നേക്ക് അതാണെങ്കിൽ ബൊറൂട്ടോയുടെ തൊട്ടു പിന്നിൽ വന്ന് അവനെ കടിച്ചു പറിക്കാൻ നോക്കും. അത് കണ്ട ഇനോജിൻ അങ്ങനെ ബൊറൂട്ടോയെ തൂക്കിയെടുത്ത് മുകളിലേക്ക് പറക്കും. ബൊറൂട്ടോ ആണെങ്കിൽ രക്ഷപ്പെടുത്തിയതിന് ഇപ്പൊ ഇനോജിനോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. അപ്പൊ ഷിക്കടയാണെങ്കിൽ ഇപ്പൊ കാര്യമായിട്ട് എന്തൊക്കെയോ ആലോചിച്ച് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം അത് നമ്മുടെ ആൾക്കാരോട് പറയും. അടുത്ത സെക്കൻഡ് ഇപ്പൊ ബൊറൂട്ടോ അവൻ ഷാഡോ ക്ലൗൺസിനൊക്കെ ക്രിയേറ്റ് ചെയ്ത് പുറത്തേക്ക് ഉഷാറായിട്ട് ഓടും. ഷിക്കടയ്ക്കാണെങ്കിൽ അത് കാണുമ്പോൾ മനസ്സിലാവും ആ സ്നേക്ക് അത് ആക്ച്വലി അതിന്റെ ഹീറ്റ് വെച്ച് സെൻസ് ചെയ്തിട്ടാണ് അതിന് ചുറ്റുമുള്ളവരെ എല്ലാവരെയും അത് കണ്ടുപിടിക്കുന്നത്. ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ ഒരുപാട് ക്ലൗൺസിനൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിന് ചുറ്റും ഓടും. അതിനുശേഷം റസങ്ങൺ പവർ എടുത്ത് അതിന്റെ നേർ കാഞ്ഞടിക്കുകയാണ്. ആ ഒരു പവർ ഒന്ന് അടിച്ച് പാമ്പിന് നല്ല രീതിയിൽ പരുക്ക് പറ്റി അത് താഴേക്ക് വീഴും. ആ ഗ്യാപ്പില് ഇപ്പൊ ഷിക്കട അവൻ ഷാഡോ പാരലൈസിംഗ് ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ അതിനെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് ലോക്കായി കിടക്കുന്ന കണ്ട് ബൊറൂട്ടോ ഇപ്പൊ അതിന്റെ അടുത്തേക്ക് ഓടിയെടുക്കും. അങ്ങനെ ഓടി ഓടി വരെ റെഡ് സ്നേക്ക് അത് അനങ്ങാതെ അങ്ങനെ കിടക്കും. ബൊറൂട്ടോ തൊട്ടടുത്തെത്തുമ്പോ അതിന്റെ അടഞ്ഞുപോയ കണ്ണ് അത് ഓപ്പൺ ചെയ്യും. അത് അടഞ്ഞ കണ്ണ് ഓപ്പൺ ചെയ്യുന്ന കണ്ട ബൊറൂട്ടോ അവൻ ഒരു സെക്കൻഡ് ഫ്രീസായി പോവാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ റെഡ് സ്നേക്ക് അതിപ്പോ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കില് ആ റെഡ് സ്നേക്ക് അതിപ്പോ ഏതോ ഒരാളുടെ സമ്മറിൻ ആനിമലാണ്. അതിന് 2 കണ്ണുമുണ്ട്. ആ പാമ്പും അവന്റെ യജമാനനും അവർ രണ്ടുപേരും ഇപ്പൊ ഒരു കൂട്ടം ആൾക്കാർക്ക് നേരെ അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. ഉടനെ അവന്റെ യജമാനൻ അവനാണെങ്കിൽ ഇപ്പൊ ആ പാമ്പിനോട് കൽപ്പിക്കും, നമ്മളെ തകർക്കാൻ വരുന്ന ആ വലിയ ടീം അവർക്ക് നമ്മുടെ ശക്തി എന്താണെന്ന് നീ കാണിച്ചു കൊടുക്ക്. അടുത്ത നിമിഷം ആ റെഡ് സ്നേക്കും അതിന്റെ യജമാനനും അവർ രണ്ടുപേരും ചേർന്ന് ആ വില്ലന്മാരെ അറഞ്ച പുറഞ്ഞ് തല്ലുകയാണ്. ആ സ്നേക്കിനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്ക് ലൈറ്റ്നിങ് പവറൊക്കെ ഉണ്ട്. അവൻ ആ പവർ വെച്ച് ഒരുപാട് പേരെ കൊന്നുകളയും. റെഡ് സ്നേക്കും അതിനെ കൊണ്ട് പറ്റും പോലെ ഒരു കൂട്ടം ആൾക്കാരെ അങ്ങനെ അറഞ്ച പുറഞ്ഞ് തല്ലി ഓടിക്കും. പക്ഷെ എന്താ, അവരുടെ ഓപ്പണൻസ് അത് മിനിറ്റ് വെച്ച് കൂടിക്കൊണ്ടേയിരിക്കും. അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ റെഡ് സ്നേക്കിനെ വളഞ്ഞ് അങ്ങനെ തല്ലി തല്ലി കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഉടനെ അവനാണെങ്കിൽ ഇപ്പൊ റെഡ് സ്നേക്കിനെ നോക്കി പറയും, അയ്യോ വേണ്ട, ഇനി ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്താ നമുക്കൊരു പക്ഷേ നമ്മുടെ ജീവൻ പോലും നഷ്ടപ്പെടും. സോ എത്രയും പെട്ടെന്ന് നമുക്കിവിടെ നിന്ന് തിരികെ പോവാന്ന് പറയും. പക്ഷേ റെഡ് സ്നേക്ക് ആണെങ്കിൽ അത് കേൾക്കാൻ തയ്യാറാവാതെ വീണ്ടും അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അടുത്ത സെക്കൻഡ് അവരെ കൺട്രോൾ ചെയ്തിരുന്ന ആ ആളെ ഇപ്പൊ ആരോ കൺട്രോൾ ചെയ്ത് അവന്റെ തന്നെ ലൈറ്റ്നിങ് പവർ ഉപയോഗിച്ച് ഇപ്പൊ ആ പാമ്പിനെ അറ്റാക്ക് ചെയ്യാണ്. പാമ്പിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇവനെന്തിനാ എന്നെ അറ്റാക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് വണ്ടടിച്ച് ആ സ്നേക്ക് ആണെങ്കിൽ അവനെ നോക്കും. അല്പസമയം കഴിയുമ്പോഴേക്കും ആ റെഡ് സ്നേക്ക് അതിപ്പോ ബോധം കെട്ട് വീഴാണ്. കട്ട് ചെയ്ത ബൊറൂട്ടോ അവനാണെങ്കിൽ ഇപ്പൊ ആ പാമ്പിന്റെ മെമ്മറിയിലേക്ക് വന്ന് അവന്റെ ഫുൾ സ്റ്റോറിയും 1 മിനിറ്റ് കൊണ്ട് കണ്ടു മനസ്സിലാക്കും. റെഡ് സ്നേക്ക് ആണെങ്കിൽ അതുകൊണ്ട് ഷോക്കാവും. നിനക്കെങ്ങനെ ഇവിടേക്ക് വരാൻ പറ്റി? എന്റെ കാര്യങ്ങളൊക്കെ നിനക്ക് മാത്രം എങ്ങനെ കാണാൻ കഴിഞ്ഞു? നിനക്കെന്തിനാ എന്റെ റിവേഴ്സ് സ്കെയിൽ? സത്യം പറയും, നീ ആരാണ്? ബൊറൂട്ടോ പറയും, ആ ഒരു റിവേഴ്സ് സ്കെയില് അത് കിട്ടിയാൽ മാത്രമേ എനിക്ക് എന്റെ ഫ്രണ്ടിനെ രക്ഷിക്കാൻ കഴിയൂ. ഉടനെ റെഡ് സ്നേക്ക് അതാണെങ്കിൽ ബൊറൂട്ടോ പറയുന്ന കേട്ട് ചിരിക്കും. നീ അല്ലാതെ ഇത്രയും വലിയ മണ്ടത്തരങ്ങൾ ചെയ്യോ? മനുഷ്യരെ അവരെ വിശ്വസിക്കാൻ കഴിയില്ല. എപ്പോ വേണമെങ്കിലും അവരുടെ സ്വഭാവം മാറും. അതിന് ബൊറൂട്ടോ പറയും, എനിക്കറിയാം നിനക്ക് മനുഷ്യരോട് വളരെയധികം വെറുപ്പാണെന്ന്. വർഷങ്ങൾക്ക് മുൻപ് നീയും ഒരു സമ്മറിൻ ആനിമൽ ആയിരുന്നില്ലേ? ആക്ച്വലി നീയുമായിട്ട് കോൺട്രാക്ട് ഉണ്ടാക്കിയവൻ അല്പം ബാഡായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അവൻ നിന്നെ മിസ്യൂസ് ചെയ്തത് എന്ന് കരുതി എല്ലാ ഷിനോബികളും അതുപോലെയല്ല. പക്ഷെ റെഡ് സ്നേക്ക് ആണെങ്കിൽ അതൊന്നും കേൾക്കാൻ തയ്യാറാവില്ല. ഞാനുമായിട്ട് കോൺട്രാക്ട് ഉണ്ടാക്കിയവൻ ഒരു വെറുത്തായിട്ടുള്ള ഷിനോബി തന്നെയായിരുന്നു. പക്ഷേ അവൻ അവസാനം എന്നെ തന്നെ നശിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് അവനോടും ഷിനോബികളോടും വെറുപ്പ് തോന്നിയത്. എനിക്ക് നഷ്ടപ്പെട്ടു പോയ നിന്റെ ഫ്രണ്ട് മീച്ചിക അവനും ഒരു ചീറ്റർ തന്നെയാണ്. നിന്നെ എനിക്ക് കൊല്ലാൻ പറ്റിയില്ല എങ്കിലും അവൻ നിന്നെ ഉറപ്പായിട്ടും കൊന്നുകളയും. ഉടനെ ബൊറൂട്ടോയും ആ സ്നേക്കും അവർ രണ്ടുപേരും നോർമലായിട്ട് ഫേസ് ടു ഫേസ് വരും. ബൊറൂട്ടോ പറയും, ഞാൻ നിന്റെ റിവേഴ്സ് സ്കെയിൽ അതെടുക്കുന്നില്ല. പക്ഷെ ഇപ്പോ ഇവിടെ വെച്ച് ഞാനും നീയുമായി ഒരു സമ്മറിൻ കോൺട്രാക്ട് എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. സ്നേക്ക് ആണെങ്കിൽ അത് കേട്ട് ബൊറൂട്ടോയെ നോക്കി പുച്ഛിക്കും. ബൊറൂട്ടോ പറയും, നിനക്ക് കാണേണ്ടത് മീറ്റ്സുക എന്റെ കൂടെ നല്ല ഫ്രണ്ടായി കടന്നു വരുന്നതല്ലേ? ആ കാഴ്ച ഉറപ്പായിട്ടും നീ കാണണം. അതിന് നീ എന്റെ കൂടെ ഉണ്ടാവണം. ഉടനെ ആ സ്നേക്ക് പറയും, ഇൻ കേസ് മീറ്റ്സുക അവൻ നിന്നെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഓൺ ദ സ്പോട്ട് ഞാൻ നിന്നെ ഭക്ഷിക്കും. അതിന് ബൊറൂട്ടോ ഓക്കെ പറഞ്ഞ് ആ പാമ്പുമായി ഇപ്പോ മാസ്റ്റർ ഗ്രാൻഡ്മാർ അടുത്തേക്ക് വരും. മാസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ കണ്ട് ഷോക്കാവും. നിനക്ക് ആ റിവേഴ്സ് സ്കെയില് അത് കിട്ടിയോ? അതിന് ബൊറൂട്ടോ അവൻ സമ്മറിൻ ജിപ്സ് ഉപയോഗിച്ച് റെഡ് സ്നേക്കിനെ അവിടേക്ക് കൊണ്ടുവന്ന്
ആ മാസ്റ്ററിന് കാണിച്ചു കൊടുക്കുകയാണ്. ആ മാസ്റ്റർ ആണെങ്കിൽ ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. അതിനുശേഷം അവരും ഇപ്പൊ ഒരു വൈറ്റ് സ്നേക്കായി മാറി. മീറ്റ്സുകയുടെ സ്നേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ ആൾക്കാർ കാണിച്ചു കൊടുക്കാൻ തുടങ്ങും. ആ വില്ലന്മാരാണെങ്കിൽ മീറ്റ്സുകയെ ബ്രെയിൻ വാഷ് ചെയ്ത് അവിടുന്ന് കൊണ്ടുപോയ കാര്യം അത് ഞെട്ടലോടുകൂടെ ബൊറൂട്ടോ കണ്ടു നിൽക്കും. ആ പോകുന്ന സമയത്താണ് മീറ്റ്സുക അവന്റെ കയ്യിലുള്ള ആ വൈറ്റ് സ്നേക്കിനെ അതിനെ അവിടെ ഉപേക്ഷിച്ചത്. ആക്ച്വലി മീറ്റ്സുകയല്ല, ആ വില്ലന്മാരാണ് ഗാർഡ്സുകളെ അറ്റാക്ക് ചെയ്തത്. അവരെ ആ വില്ലന്മാര് കൊല്ലാതിരിക്കാൻ ഓൾറെഡി അവര് മരിച്ചുപോയെന്ന് കാണിക്കാൻ ഹാർട്ട് ബീറ്റ് പോലും മീറ്റ്സുക സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ആ കാഴ്ച കണ്ട് കണ്ണു നിറയും. ബൊറൂട്ടോ വിളിച്ചു പറയും, ഞാൻ പറഞ്ഞില്ലേ മീറ്റ്സുക അവൻ ഒരു കാരണവശാലും ആർക്കും ദ്രോഹം ചെയ്യാൻ പോകുന്നില്ല എന്ന്. ഈനോജിൻ പറയും, അവൻ ലാൻഡ് ഓഫ് എർത്തിലേക്കാണ് ഇപ്പൊ പോയിരിക്കുന്നത്. അത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള അത് 5 ഗ്രേറ്റ് നേഷൻസിലെ ഒരു നേഷനാണ്. കട്ട് ചെയ്ത നമ്മുടെ ആൾക്കാര് അവരെല്ലാവരും മെയ്സിയെ കണ്ടുപിടിക്കണം എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടെ ലാൻഡ് ഓഫ് എർത്തിലേക്ക് പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.